വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. നമ്മൾ ഇതേ പബ്ലിക് എക്സാമിന് തൊട്ടടുത്താണല്ലേ. നിങ്ങൾ എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മിസ്സിന് അറിയാം. സോ നിങ്ങൾ എന്താണ് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു ചാപ്റ്ററിന്റെ സമ്മറി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. റെഡി ആണല്ലോ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പേജസ് ഇങ്ങനെ മറിച്ച് ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയുടെ സമ്മറി മിസ് ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ ഈ വീഡിയോയിൽ ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി മക്കളെ? അതിന് മുൻപ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. മിസ്സിന്റെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾ അടുത്ത വർഷം എവിടേക്കാ പോകുന്നത്, എത്രാം ക്ലാസ്സിലേക്കാ പോകുന്നത് അല്ലേ? നിങ്ങൾ വലിയ കുട്ടികളാവുകയാണല്ലേ? യെസ്. അപ്പം നോക്കിക്കോളൂ, നമ്മുടെ പബ്ലിക് എക്സാം ആണ് കേട്ടോ. എല്ലാവരും അടിപൊളിയാക്കി പഠിക്കണം. സോ നോക്കിക്കോളൂ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 1 2 3. ഓക്കെ, മിസ് ഈ ചാപ്റ്ററിന്റെ ലൈവ് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലൈവിൽ മിസ് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ആക്ടിവിറ്റീസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ലൈവ് കാണാത്ത മിസ്സിന്റെ മക്കളുണ്ടെങ്കിൽ പോയിട്ട് ലൈവ് കാണണം. എല്ലാ ചോദ്യങ്ങളും മിസ് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ചാപ്റ്ററിന്റെ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഏക് ദോ തീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 ആണ് അല്ലേ? 1 2 3. അപ്പൊ എന്താണ് ഈ ചാപ്റ്റർ, ഈ ഒരു സ്റ്റോറിയിൽ, കഹാനിയിൽ നമ്മൾ പഠിക്കുന്നത് എന്നാണ് മിസ് പറഞ്ഞിരുന്നത്. നോക്കിക്കോളൂ, ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? മേരാ ഘർ സുസവ നദി കെ കിനാരെ ഹേ. എന്റെ വീട് സുസവ നദിയുടെ അടുത്താണ്. കിനാരെ എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ്. ഓക്കെ, ആരാ പറയുന്നത്? ഇവിടെ ഒരു ബോയ് ഇരിക്കുന്നത് കണ്ടോ? അവനാണ് പറയാണ് എന്റെ വീട് എവിടെയാണ്? സുസവ നദിയുടെ കിനാരെ. കിനാരെ എന്ന് പറഞ്ഞാൽ അടുത്താണ്. എന്നിട്ടോ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നേ? നോക്കിയോളൂ. വഹീം ജൽ മുർഗിയോം കാ ഏക് പരിവാർ ബി എന്താ പറഞ്ഞിരിക്കുന്നേ? വഹാം ജൽമുർഗിയോം. ജൽമുർഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ എന്താണെന്ന്? ജൽമുർഗി ഒരു ജീവിയാണ്. അതേ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട്. നമ്മൾ എന്താണ് കൊളക്കോഴി എന്നൊക്കെ പറയില്ലേ അല്ലെ? ഒരു കുഞ്ഞി ഒരു കാക്കേനെ പോലത്തെ അല്ലെങ്കിൽ ഒരു കൊക്കിനെ പോലത്തെ ഒരു ജീവിയില്ലേ, കുളത്തിലും പുഴയിലൊക്കെ കാണാറുണ്ട്. അതാണ് ജൽമുർഗി. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? എന്റെ വീട് സുസവ നദിയുടെ അടുത്താണ്. വഹീം അവിടെ ജൽമുർഗിയോം കാ ഏക് പരിവാർ ബി രഹ്താ ഹേ. അവിടെ ജൽമുർഗികളുടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. പരിവാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഫാമിലിയാണ്. ഓക്കെ, അപ്പം ആ നദിയുടെ തീരത്ത് എന്റെ വീടാണ്. അതിന്റെ അടുത്ത് എന്തുണ്ടായിരുന്നു? ജൽമുർഗി അല്ലേ, കൊളക്കോഴികളുടെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് എന്താ നോക്കിക്കോളൂ. ഈ ചെങ്ങായി ആട്ടോ പറയുന്നത്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. ഈ ബോയ് ആണ് കേട്ടോ, ഇവനാണ് പറയുന്നത്. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നേ? ആജ് സുബഹ് ജൽമുർഗി കെ ചൂസേ മേരെ ഘർ മേ ഘുസ് ആയേ. ഇന്ന് രാവിലെ, ആജ് സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. അപ്പൊ ഇന്ന് രാവിലെ എന്താ സംഭവിച്ചിരിക്കുന്നേ? ജൽമുർഗി കെ ചൂസേം. ജൽമുർഗി അല്ലെ, കൊളക്കോഴിയുടെ ഒരു കുഞ്ഞ്. ചൂസേം എന്ന് പറഞ്ഞാല് കുഞ്ഞാണ്, ജ്യൂസ് അല്ല കേട്ടോ, ജ്യൂസ് അല്ല, ചൂസേം. ഓക്കെ, ചൂസേം എന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്. അപ്പം ഇന്ന് രാവിലെ എന്റെ വീട്ടിലേക്ക് ആ കൊളക്കോഴിയുടെ അല്ലെ ജൽമുർഗിയുടെ ഒരു കുഞ്ഞ് ഗുസായേം കടന്നു വന്നിരിക്കുന്നു. എന്നിട്ടോ ബാഹർ ദോ ജൽമുർഗിയാം ജോർ ജോർ സേ ചിച്ചിയാ രഹീദി. അപ്പൊ ബാഹർ പുറത്ത്, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്താണ്. പുറത്ത് എന്താ സംഭവിക്കുന്നത്? ആ 2 ജൽമുർഗികൾ ഇങ്ങനെ ചിച്ചിയാം എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അല്ലെ? പുറത്ത് നിന്നിട്ട് അവർ കരയുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടോ മേനെ ദിവാർ കി ഓഡ് മേ ഏക് ബില ഉഠാ ദേഖാ. അപ്പൊ ഞാൻ എന്റെ ദിവാർ എന്ന് പറഞ്ഞാൽ ചുമരാണ് കേട്ടോ, നമ്മുടെ വീടിന്റെ ചുമരില്ലേ, അതാണ്. അപ്പൊ അവൻ എന്താ പറയുന്നേ? മേനെ ദിവാർ കി ഓഡ് മേ. ഞാൻ ദിവാറിന്റെ അല്ലെ, ചുമരിന്റെ ആ മറകില് എന്ത് കണ്ടു? ഏക് ബില ഉഠാ ദേഖാ. ബില ഉഠാ എന്ന് പറഞ്ഞാൽ എന്താണടാ? പൂച്ചയാണ്. ദേ കണ്ടോ, ചുമരിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞിട്ട് നോക്കുന്നുണ്ട്, ഒരു പൂച്ച നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ പൂച്ചേനെ കണ്ടപ്പോഴാണ് ദേ ഇവിടെ നിൽക്കുന്ന ഈ ജൽമുർഗികള് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അവര് കരയുന്നത്. ഓക്കെ അല്ലേ? കണ്ടോ, ഇവൻ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് അല്ലേ വീടിന്റെ പുറത്ത് നിന്ന് നോക്കുന്നത് കണ്ടോ? യെസ്. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നേ? നോക്കിയോളൂ. മുझे देखकर बिलौटा भाग गया. എന്നെ കണ്ട സമയത്ത്, ദേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടപ്പോൾ അല്ലെ? എന്നെ കണ്ടപ്പോൾ ബിലൗട്ട പൂച്ച എന്താ ചെയ്തത്? ഭാഗയ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. എന്നിട്ടോ ലേക്കിൻ ജൽമുർഗിയാം ഷോർ മജാത്തി രഹി.
പക്ഷേ ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്താ സംഭവിക്കുന്നത്? ജൽമുർഗികള് ഷോർ മജാത്തി രഹീം അല്ലെ, അവര് ഭയങ്കര ശബ്ദത്തിൽ ഇപ്പോഴും എന്താണ് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അവര് ഭയങ്കര എന്താ ടെൻഷൻ പോലെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂച്ച ഓടിപ്പോയിട്ടുണ്ട്, ബിലൗട്ട പോയി, പക്ഷെ അവര് വീണ്ടും സൗണ്ട് ഉണ്ടാക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തേ നോക്കിയോ, അടുത്ത പിക്ചർ കണ്ടോ, എന്താ അടുത്തേ സംഭവിക്കുന്നത് നോക്കിയോളൂ, മിസ് പറഞ്ഞുതരാം. മേനെ ഭീതർ ജാക്കർ ദേഖാ, ഞാൻ അകത്തു പോയിട്ട് നോക്കി. ഭീതർ എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്ത് എന്നാണ്. അപ്പൊ ഞാന് അകത്ത് പോയിട്ട്, ജാക്കർ എന്ന് പറഞ്ഞാൽ പോയിട്ട് എന്ത് ചെയ്തു? ദേഖാ, നോക്കി. അപ്പൊ എന്താണ് കാണുന്നത്? ഏക് ചൂസ ഫർഷ് പർദ, ഒരു ചൂസ, ഒരു കുഞ്ഞ് എവിടെ ഉണ്ട്? ഫർഷിലുണ്ട്. ഫർഷ് എന്ന് പറഞ്ഞാൽ തറയാണ്, വീടിന്റെ തറ ഇല്ലേ നമ്മുടെ, അതാണ് വീടിന്റെ നിലത്ത്. അപ്പൊ ഒരു കൊളക്കോയിന്റെ കുഞ്ഞ് തറയിലുണ്ട്. അടുത്തതോ ദൂസര എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേട്ടോ. രണ്ടാമത്തെ എവിടെയുണ്ട്? സോഫേക്കെ നീച്ചെ, സോഫയുടെ താഴെ. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ ഉണ്ട് കേട്ടോ. അടുത്തതോ മേനെ ഉൻകെ മാം ബാപ് കെ ഹവാലേ കർ ദിയ, ഞാൻ അതിനെ അതിന്റെ അച്ഛന്റെ അമ്മേന്റെ അടുത്ത് കൊണ്ടേ ഏൽപ്പിച്ചു. അതായത് പുറത്ത് നിൽക്കുന്നുണ്ട് അച്ഛനും അമ്മയും, പുറത്ത് നിന്നിട്ട് അച്ഛനും അമ്മയും സൗണ്ട് ഉണ്ടാക്കുന്നത്, കരയുന്നത്. അപ്പം അകത്തുള്ള 2 പേരെ ഇവൻ എടുത്തിട്ട് എന്ത് ചെയ്തു? പുറത്ത് അച്ഛന്റെ അമ്മയുടെയും മാം ബാപ്പ് കെ ഹവാലേ കർദിയ, അച്ഛന്റെ അമ്മയുടെയും കൈകളിൽ ഏൽപ്പിച്ചു. ഹവാലേ കർദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകളിൽ ഏൽപ്പിച്ചു. ഓക്കെ, അടുത്ത എന്താ സംഭവിക്കുന്നേ നോക്കിയോളൂ. പർ ജൽമുർഗിയാം ഷോർ മജാത്തി രഹി, പക്ഷേ ജൽമുർഗികൾ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഷോർ മജാത്തി രഹീം അല്ലെ, ഉറക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നേ നോക്കിയോളൂ. ഏക് മച്ചർ ബിൻ ബിനാ രഹാദാ ഉസേ ഭാഗ്നെ കെ ലിയേ മേനെ താലി പീണ്ടി. അപ്പൊ അടുത്തത് ആരാ വരുന്നത്? ഏക് മച്ചർ എന്ന് പറഞ്ഞാൽ കൊതുകാണ്. അപ്പൊ ഒരു കൊതുക് ബിൻ ബിനാ രഹാദ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. ഉസേ ഭാഗ്നെ കെ ലിയേ, ഭാഗ്നെ എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നാണ്. അപ്പം ആ കൊതുകിനെ അടിക്കാൻ വേണ്ടിയിട്ട് മേനെ താലി പീണ്ടി എന്ന് പറഞ്ഞാൽ കൈയടിച്ചു. നമ്മൾ കൊതുവിനെ അങ്ങനെ കൈയടിച്ചിട്ട് കൊല്ലാറില്ലേ, അത് തന്നെയാ പറയുന്നത്. ഞാൻ ആ കൊതുവിനെ അടിക്കാൻ വേണ്ടി കൈയടിച്ചു, താലി പീണ്ടി. അപ്പോഴോ आवाज सुनकर पलंग के नीचे चुप चूजा तेजी से बाहर भागा, എന്താ പറഞ്ഞിരിക്കുന്നേ? അപ്പൊ ആവാസ് സുൻകർ, ശബ്ദം കേട്ട സമയത്ത് പലങ്ക് കെ നീച്ചെ, പലങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിലാണ്. ഓക്കെ, ബെഡ് കട്ടിലാണ്. കട്ടിലിന്റെ അടിയിൽ നിന്ന് ചൂസ തേസി സേ ബാഹർ ഭാഗ, ഒരു എന്താണ് കൊളക്കോയിന്റെ ഒരു കുഞ്ഞ് എന്താ ചെയ്തിട്ടുള്ളേ? തേസി സേ ബാഹർ ഭാഗ, വേഗത്തില്. തേസി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, സ്പീഡില് പുറത്തേക്ക് അങ്ങ് ഓടിപ്പോയി എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ദേ പിക്ചർ കണ്ടോ നിങ്ങൾ? ദേ ബെഡ് ഇവിടെ കട്ടിൽ കാണുന്നുണ്ട്, അതിന്റെ അടുത്ത് നിന്ന് ദേ ഒരു കുളക്കോഴി ഓടിയും കണ്ടിട്ട് പുറത്തേക്ക് പോവുകയാണ്. കണ്ടോ, അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ അല്ലേ? അടുത്തത് എന്താ സംഭവിക്കുന്നേ നോക്കിയോളൂ. അടുത്തത് എവിടെയാണ്? ബാത്റൂം ആണല്ലേ. കണ്ടോ, നമ്മൾ കുളിക്കുന്നതല്ലേ, അവൻ കുളിക്കുന്ന ബക്കറ്റാന്ന് തോന്നുന്നു. ബക്കറ്റും മഗ്ഗും ഒക്കെ ഉണ്ട്. അതിന്റെ അടുത്ത് ദേ ആ വെള്ളത്തിൽ 2 ജൽമുർഗീന്റെ കുഞ്ഞുങ്ങൾ ചൂസയും ഇരിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയോ, പർ ജൽമുർഗിയാം ടണ്ടി രഹീം, അപ്പൊ അവരെന്താണ് അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മേനെ ഹർ ജഗ ഖോജ, ഞാൻ എല്ലാ സ്ഥലവും തിരഞ്ഞു. ഖോജ എന്ന് പറഞ്ഞാൽ തിരഞ്ഞു എന്നാണ്. ഞാൻ എല്ലാ സ്ഥലവും തിരഞ്ഞു. എന്നിട്ടോ ബാത്റൂമേ ദോ ചൂസേം പാനിമേ ഗേൽ രഹേദേ, ബാത്റൂമില് 2 ചൂസകള് പാനിമേം ഗേൽ രഹേദേ, വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. ഗേൽ രഹേദേ എന്ന് പറഞ്ഞാല് കളിക്കുക അല്ലെ, അവര് കളിക്കുന്നുണ്ടായിരുന്നു ആ വെള്ളത്തിലെ. ചിത്രം കണ്ടോ നിങ്ങള്? എന്നിട്ടോ മേനെ ഉൻഹേ പക്കട ഓർ ബരാമദേ മേം ദിയ, ഞാൻ അതിനെ എന്ത് ചെയ്തു? പക്കട എന്ന് പറഞ്ഞാൽ പിടിച്ചു. ഞാൻ അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ബരാമദേ എന്ന് പറഞ്ഞാല് വരാന്തയില് കൊണ്ടിട്ടു. ചോട് ദിയ എന്ന് പറഞ്ഞാൽ ഞാൻ വരാന്തയിൽ അവരെ കൊണ്ട് കണ്ടിട്ട് അങ്ങോട്ട് വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതോ ലാസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? ജൽ മുർഗിയോനെ ഏക് നസർ അപ്നെ ചൂസോം കോ ദേഖാ, അപ്പം എന്താണ് അവൻ എവിടുന്നൊക്കെയാണ്? ബാത്റൂമിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു, വീടിന്റെ സോഫേന്റെ അടിയിൽ നിന്ന് പിടിച്ചു, വീടിലെ തറയിൽ നിന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എല്ലാ സ്ഥലത്തുനിന്നും ബെഡിന്റെ അല്ലെ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിനെയും പിടിച്ചാൻ പുറത്ത് കൊണ്ടിട്ടു അല്ലെ. എന്നിട്ട് ലാസ്റ്റ് എന്താ സംഭവിക്കുന്നേ നോക്കിയോ? ജൽ മുർഗിയോനെ ഏക് നസർ അപ്നെ ചൂസേം കോ ദേഖാ, അപ്പൊ ജൽമുർഗി അല്ലെ, പുറത്ത് നിൽക്കുന്ന ജൽമുർഗി ഉണ്ട്, കൊളക്കോഴി ഉണ്ട്. അപ്പൊ കൊളക്കോഴി ആ കുഞ്ഞുങ്ങൾ അങ്ങനെ നോക്കി, എല്ലാരും വന്നിട്ടുണ്ടോ ഒരു വട്ടം. ഏക് നസർ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടം അല്ലെ, ഒരു നോട്ടം അവരെങ്ങനെ നോക്കി, ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ടോ എല്ലാരും ഉണ്ടോ എന്നിങ്ങനെ നോക്കി. എന്നിട്ടോ ഫിർ നദി കി തരഫ് ദൗഡ് പടി, എന്നിട്ട് നദിയുടെ അടുത്തേക്ക്, നദിക്ക് തരഫ് എന്ന് പറഞ്ഞാൽ നദിയുടെ നേരെ അല്ലെ, നദിയുടെ അടുത്തേക്ക് ദൗഡ് പടി എന്ന് പറഞ്ഞാല് ഓടിപ്പോവാണ് ചെയ്യുന്നത്. എന്നിട്ടോ പാഞ്ചോം ചൂസേ ബി ഉൻകെ പീച്ചെ പീച്ചെ ചലേ ജാ രഹേ ദേ,
അപ്പം ഫ്രണ്ടിൽ ആരാ പോകുന്നത്? നമ്മുടെ ആരാണ് പോകുന്നത്? ജൽമുർഗി പോകുന്നുണ്ട്. അതിന്റെ ബാക്കിൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 5 അല്ലെ, 5 കുഞ്ഞുങ്ങള് 5 ചൂസ് ചെയ്യും. 5 കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബാക്കിൽ ഓടി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ടോ ഉസ് ദിൻ മേനെ ജാനാക്കി ജൽമുർഗിയോം കോ ബി ഗിൻതി ആത്തി ഹേ. അപ്പൊ എന്താ ലാസ്റ്റ് ഇവൻ പറയുന്നത്? ഉസ് ദിൻ എന്ന് പറഞ്ഞാല് ആ ദിവസം. അപ്പം ഇവൻ ഇതൊക്കെ ചെയ്തു അല്ലേ, കുറെ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തു. ആ ദിവസം അവൻ എന്താ മനസ്സിലാക്കിയത്? മേനെ ജാന എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കി. എന്ത്? ജൽമുർഗിയോം കോ ബി ഗിൻതി ആത്തി. ജൽമുർഗികൾക്കും എന്തറിയാം? ഗിൻതി എന്ന് പറഞ്ഞാൽ എണ്ണുക എന്നാണ്. അപ്പൊ ജൽമുർഗികൾക്കും എണ്ണാൻ അറിയാം എന്ന് എനിക്ക് ആ ദിവസത്തിൽ മനസ്സിലായി അല്ലേ. തന്റെ കുഞ്ഞുങ്ങൾ അടുത്തിൽ 5 പേര് അടുത്തില്ലാഞ്ഞപ്പോഴാണ് ജൽമുർഗികൾ എന്താണ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നല്ലേ? ആവാസ്. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ 5 പേരും എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ജൽമുർഗി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? മിണ്ടാണ്ടിരുന്നിട്ട് നേരെ പുഴയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അല്ലേ? യെസ്, അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റെഡി അല്ലേ മക്കളെ? സെറ്റ് ആണല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏക് ദോ തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഇതിന്റെ ചോദ്യങ്ങളൊക്കെ മിസ് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആൻസേഴ്സ് ഒക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ലൈവ് കാണാത്ത മിസ്സിന്റെ മക്കളാണെങ്കിൽ ലൈവ് പോയിട്ട് കാണണം കേട്ടോ. പിന്നെ നോക്കിയോളൂ, നിങ്ങൾ അടുത്ത വർഷം അല്ലേ 3 മാസം കൂടെ കഴിഞ്ഞാൽ മിസ്സിന്റെ മക്കൾ 6ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണല്ലേ. നമ്മുടെ എജു പോട്ട് ദേ നിങ്ങളുടെ 6ാം ക്ലാസ്സിന്റെ ബാച്ച്, സൂപ്പർ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളിതേ ഒരു കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ മിസ് പറഞ്ഞുതരാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 2000 കുട്ടികൾ ഇതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം ജോയിൻ ചെയ്ത 2000 കുട്ടികൾക്ക് മാത്രമാണ് ഇതേ ഈ 2599 രൂപ. 2000 ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതേ ഈ പൈസയാവും, പൈസ കൂടും കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ജോയിൻ ചെയ്തോ. നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി, നിങ്ങളുടെ പൈസയൊന്നും പോകില്ല കേട്ടോ. എജുപോട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അമ്മയുടെയും ഉമ്മയുടെയും അടുത്തൊക്കെ സംസാരിക്കും കേട്ടോ. സോ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾ അടുത്ത വർഷം 6ാം ക്ലാസ്സിലേക്കാണ് മിസ്സിന് മക്കൾ എല്ലാവരും പോകുന്നത്. സെറ്റാക്കി സൂപ്പറാക്കി പഠിക്കണ്ടേ? 7ാം ക്ലാസ്സിൽ എത്തണം, 8ാം ക്ലാസ്സിൽ എത്തണം. വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആവണ്ടേ നിങ്ങൾക്ക്? യെസ്. സോ നമ്മൾ ഏക് ദോ തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇതേ സൂപ്പർ ആക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ മിസ്സിന്റെ മക്കൾ എല്ലാവരും പബ്ലിക് എക്സാമിന് വേണ്ടി തകർത്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, മിസ് എല്ലാ ചാപ്റ്റർ ഇതേ നിങ്ങൾക്ക് ലൈവ് തരുന്നുണ്ട്. അടിപൊളിയാക്കി ചോദ്യങ്ങളൊക്കെ മിസ് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ മിസ്സിന്റെ മക്കൾ സൂപ്പർ ആക്കി പഠിക്കണം. സൂപ്പർ ആക്കി പഠിക്കുമല്ലോ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ ദേ മിസ് വേറൊരു ചാപ്റ്ററിന്റെ സമ്മറി ആയിട്ട് വീണ്ടും വരാം കേട്ടോ മക്കളെ. അപ്പൊ അതുവരെ എല്ലാവരും സൂപ്പർ ആക്കി പഠിക്കണം. റെഡി ആണല്ലോ? യെസ്. താങ്ക് യു.